ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ലിയൂട്ടിയുടെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് ഏതെല്ലാമാണ്. ആക്ച്വലി അൺബോക്സിങ്ങിൽ നേരത്തെ കഴിഞ്ഞു, നിങ്ങൾ വ്ളോഗിലെല്ലാം കണ്ടിട്ടുണ്ടാവും. 1-2 വീഡിയോസെല്ലാം അപ്പം തന്നെ ഓപ്പൺ ചെയ്തു. അപ്പോൾ എന്തെല്ലാം ലീസിന് കിട്ടിയെന്നില്ല കണ്ടേ. അപ്പോൾ ലീസിനും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ലീവ്സ് എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അവളിപ്പോൾ കളിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാം ലീസ. വീഡിയോ എടുക്കാം. അവൾ റെഡിയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിട്ടല്ലേ. എനക്കാന്നല്ല മടി. ലീസിന് മടിയില്ല, എനക്കാൻ മടി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ലീവ്സിൻ്റെ ഒരു ടെൻറ്റ് ഹൗസ് കൊടുത്തിട്ടുണ്ടായിന്. അത് ബർത്ത്ഡേക്ക് ഒരു 4-5 ദിവസം മുമ്പേ വന്നേന്. പിന്നെ രാവിലെ സ്ലൈഡാണ് കൊടുത്തേന്. അപ്പോൾ അത് ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾ അത് കണ്ടിട്ട് വാ, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. നോക്കിക്കോ, എനിക്കത് ആര് തന്നെ രാജ മുന്നതാ കാണുന്നുണ്ട്. ഇപ്പം പൊട്ടിക്കണോ? ബർത്ത്ഡേ ആകുമ്പോൾ പൊട്ടിച്ചാൽ പോരെ? ഇപ്പോഴേ പൊട്ടിച്ചാലെങ്ങനെ? കുറച്ച് നോക്കാം നമുക്ക്. ഇഷ്ടപ്പെട്ടോ ലീസേ? ഇത്രയല്ലോ നിങ്ങൾക്ക് എക്സ്പ്രഷൻ. അതൊക്കെ വിളിക്കും. ഓക്കെ, അപ്പോൾ അത് ഞാനിപ്പം എന്താണ് ഈ നമ്മളെ റൂമിൻ്റെ പുറത്ത് ചെറിയൊരു ഹോളുണ്ട്. അപ്പോൾ ആ ഹോളിൽ സെറ്റ് ചെയ്തിട്ടല്ലേ ഇത്. ഈ ഒരു ടെൻറ്റ് ഹൗസും ലീവ്സിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. അത് നമ്മൾ വ്ളോഗിൽ തന്നെ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ എങ്ങനെ തുറന്ന ഇത് വീട് നല്ലൊരു തുറക്കല്. അതെ, ഒരു സർപ്രൈസ് ആയിട്ട് പുറത്തേക്ക് ടെൻറ്റ് ഇങ്ങനെ തെറിച്ചിട്ടേ. നമുക്ക് ഇതാണ് ഒന്നാമത്തെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഡ്രസ്സുകളാണ്. കണ്ടോ, ഞാൻ ഇതിൻ്റെ അകത്ത് കുറേ ഡ്രസ്സുകളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഏതാണെന്നുള്ളത് നമുക്ക് കാണാം. ഇത് വേറൊരു ഗിഫ്റ്റാണ് ലീവ്സിന്. ഇത് ഒന്നിച്ചാവുന്നില്ല, പക്ഷേ ലീവ്സിന് ഇതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഇത് ഒരു ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ബോക്സ്. ഒരു മിനിറ്റ് അങ്ങനത്തെ ഒരു ബോക്സാണ്. ഇവിടെ വേറെ കുറേ ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ട കുറേ 2 സാധനം ഉണ്ടായിരുന്നു. അതെല്ലാം ഉള്ള എടുത്ത് കളഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ഗ്ലാസ്, ചീട്ട്, ഇങ്ങനത്തെ ഡ്രയർ, അങ്ങനത്തെ കുറച്ച് മേക്കപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഐറ്റംസ്, ഇങ്ങനത്തെ കുഞ്ഞ് ബാഗ്, അങ്ങനത്തെ എല്ലാം ഇതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് സെക്കൻഡ് ദിവസം കിട്ടിയ ഗിഫ്റ്റ്. ഇനി നമുക്ക് ഒരു ഡ്രസ്സ് കാണാം. ഒരു ഫ്രോക്കാണ്. അപ്പോൾ ഇത് ലീവ്സ് ബർത്ത്ഡേയിൽ അന്ന് കേക്ക് മുറിക്കുമ്പോൾ ഇട്ട ഡ്രസ്സാണ് അല്ലേ ലീവ്സേ? ഇത് ഓൾറെഡി വാഷ് ചെയ്ത് നല്ല മണം. നല്ല ഉണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ നല്ലുണ്ട്. ഫസ്റ്റ് ക്രൈനാണ്. നല്ലൊരു മെറ്റീരിയലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബാക്കിൽ നല്ല രസമുണ്ട് കേട്ടോ. കഴുത്ത് ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ വന്നിട്ടുള്ള ഗിഫ്റ്റ് ഈ ഒരു സ്ലൈറ്റും പിന്നെ പൊടി ഈ ഒരു ചോക്കാണ്. ഇതിൽ ഒരുപാട് ചോക്സ് ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് ലീവ്സിന് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയുണ്ട്. ഇതുവരെ ഇട്ടിട്ടൊന്നുമില്ല. വൈറ്റ് ലീവ്സിന് ഇല്ല, നമുക്ക് എന്തെങ്കിലും അവസരം വരുമ്പോൾ ഇടാം. പിന്നെ അടുത്ത ഡ്രസ്സ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഓൾറെഡി ഫോട്ടോസിലെല്ലാം കണ്ടിട്ടുണ്ടാവും. ബർത്ത്ഡേൻ്റെ ഫോട്ടോഷൂട്ടിലെല്ലാം കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഡ്രസ്സ്. ഈ ഒരു ജീനും ഇത് ക്രാക്കാണ് വരുന്നത്. ഈ ഒരു ക്രോപ്പ് ടോപ്പ് പോലെ നിൽക്കുന്ന ഒരു ടോപ്പാണ്. ഈ ടോപ്പിനേക്കാൾ എനിക്ക് ഈ ജീൻസാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഞാൻ ഈ ജീൻസ് കണ്ടിട്ടാണ് വാങ്ങിയത്. ഇങ്ങനത്തെ ജീൻ നോക്കില്ല.
അപ്പോൾ അത് അടുത്തത്. പിന്നെ ഈ ഒരു പട്ട് പാവാട, ഇത് അമ്മയുടെ സാരിയാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ എല്ലാവരും ഭയങ്കര അഭിപ്രായം പറഞ്ഞൊരു ഫോട്ടോ ആണ്. ഈ ഒരു ട്രഡീഷണൽ ലുക്ക്, കാളി ഉണ്ണീരെ ആ വീഡിയോ അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ആക്ച്വലി ഞാൻ നാടൻ വേഷം ഒരുപാട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ക്യാമറയിലായിട്ട് അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല എന്നുള്ളത് പിന്നെയാണ് ചിന്തിച്ചത്. അപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഫോട്ടോ എടുത്തത് എൻ്റെ ഇളമേൻ്റെ മുകളിൽ കുക്കുന്ന് കണ്ടിട്ടുണ്ടാകും. അവളെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആരതി ഞാനും നല്ല കോണ്ടാക്റ്റാണ് ഇപ്പം. അപ്പോൾ ആരതിയുടെ അമ്മാൻ്റെ മോനാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ആരതിയാണ് എന്നോട് പറഞ്ഞത്, നിനക്ക് അങ്ങനെ ചെയ്തുകൂടെ, ട്രഡീഷണൽ ലുക്കിൽ ചെയ്തുകൂടെ, ഒക്കെ നല്ല ഭംഗി ഉണ്ടാകുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് പോയത് തന്നെ ഉണ്ണിക്കാളിയുടെ ആ ഒരു ഔട്ട്ഫിറ്റാണ്. അപ്പം അത് ഞാൻ ആ സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചു, ഇവൾ കുറച്ച് വലുതായെല്ലാം അങ്ങനെ എടുക്കാമെന്ന് കുറേ മുന്നേ വിചാരിച്ചേ. അപ്പോൾ അങ്ങനെ, പക്ഷെ എക്സാക്റ്റ് ആ കളർ റെഡ് കിട്ടിയിട്ടെങ്കിലും പെട്ടെന്ന് ഈ ഒരു സാരി ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസത്തിനുള്ളിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് തന്നത്. അത് ഞാൻ സാധാരണ ഇവിടെ ഡ്രസ്സ് ഇവിടെ അടുത്തുള്ള ഒരു ചേച്ചിയാണ്, പ്രീതി എന്ന് പറഞ്ഞ ചേച്ചിയാണ് തുന്നൽ. നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതൊരു സ്റ്റിച്ച് ചെയ്തിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ലേസിൻ്റെ സ്കേർട്ടും ടോപ്പാണ് ഇത്. ഞാനിതൊരു പിൻട്രസ്റ്റ് ഒന്നും ഒറ്റാന്ന് തോന്നുന്നു, ഒരു ഫോട്ടോ എടുത്തിട്ട് മോഡൽ കാണിച്ചു കൊടുത്തു, ഒരു തുന്നി തന്നു. നന്നായിട്ട് നമുക്ക് ചേരുന്നുണ്ട് ഈ ഒരു ഡ്രസ്സ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു ഞാൻ ആ ഒരു മേക്ക് ഓവർ വീഡിയോ ഉണ്ടല്ലോ, ഒരു റീക്രിയേഷൻ വീഡിയോ ഞാൻ മുന്നേ എടുത്തിന് കേട്ടോ. ഞാൻ ബർത്ത്ഡേക്ക് മുന്നേ തന്നെ ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ ഒരു വീഡിയോ എടുത്തിന്. അത് ഞാനിപ്പം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു എന്താണ് ഔട്ട്ഫിറ്റാണ് അടുത്തെന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്നത് ഈ ഒരു സിമ്പിളായിട്ട് വരുന്ന ഈ ഒരു ട്രൗസറും ഈ ഒരു ടീഷർട്ടുമാണ്. ഒക്കെ ഇട്ടിട്ട് കുറച്ച് ടീഷർട്ട് കുറച്ച് വലുതാണ്, പക്ഷേ ഇൻ ചെയ്തിട്ടെല്ലാം ഇടുമ്പോൾ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള ഔട്ട്ഫിറ്റ്, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അടുത്തത് ഈ ഒരു ഔട്ട്ഫിറ്റാണ്. ഇത് പിന്നെ ഈ കഴുത്ത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ നമുക്ക് ഇട്ടിട്ടാകുമ്പോൾ നല്ല രസമാണ്. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനെല്ലാം വരുവാണെങ്കിൽ ഫംഗ്ഷൻ ഇടാമല്ലോ. ലാസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ്. അത് ഞാനിങ്ങനെ അലക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതായിട്ടുള്ളത്. ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മോളെ ബർത്ത്ഡേൻ്റെ ഫോട്ടോസിൽ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇവിടുന്ന് കാഞ്ഞങ്ങാട് പോയിട്ട് എടുത്ത് തന്നെയാണ്. ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ കോഡ് സെറ്റ് പോലെ ഉണ്ട്, എന്നുവെച്ചാൽ കോട്ടെല്ലാം, പക്ഷെ ഇത് ഇതിൽ തന്നെ വരുന്നതാണ് കേട്ടോ, ഇങ്ങനെ വരുന്നതാണ്. പക്ഷെ ഇട്ടിട്ടാകുമ്പോൾ നല്ല രസമുണ്ട്, അടിപൊളിയാണ്, നല്ല മെറ്റീരിയലാണ്. അപ്പോൾ ഇത്രയും ഡ്രസ്സുകൾ ഇത്രയാണ് കിട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് ആക്സസറീസാണ് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മ തന്നെ. ഒന്ന് ഇതാണ്, ഈ ഒരു ഇത്, പക്ഷേ ഇത് യൂസ് ചെയ്തിട്ടില്ല, ഫോട്ടോ എടുക്കുമ്പോൾ ഇത് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ബർത്ത്ഡേയുടെ അന്ന് കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു സാധനം ഇട്ടിരുന്നു, അത് എവിടെയോ വെച്ചാന്നില്ല ഓർമ്മയില്ല. ഒന്ന് ഇത്, പിന്നെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, ഇത് പിന്നെ അവൾ കയ്യിലിടുന്നത്, പിന്നെ ഒരു ഗ്ലാസ്സിന് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ. ലീവ്സ് ഇല്ല, തുടങ്ങുമ്പോൾ ലീവ്സ് ഉണ്ട്, ഇപ്പം ലീവ്സ് കാണുന്നില്ല ഗൈസ്. ഇവിടെ ഇരിക്കറോ മാച്ചെല്ലാക്കിയിട്ട് വന്നിന്, എന്നിട്ട് എന്ത് കാര്യം ലീവ്സിന് സുഖമില്ലാതെ കുറേ ആയി, ഭയങ്കര ക്ഷീണം പിടിച്ചു പോയി ലീവ്സ്. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പോലെ തുടങ്ങിയ അസുഖമാണ്, വോമിറ്റിങ്, വയറുവേദന. അതിന് മുന്നേ പനി വന്നു. ഇപ്പോൾ ഫുഡൊന്നും വേണ്ട, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, ഒന്നും റെഡിയായി വരുന്നില്ല. അംഗൻവാടി 2 ദിവസം പോയതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരാഴ്ച മൊത്തം ലീവായി. ഇനിയിപ്പോൾ തിങ്കളാഴ്ച മുതൽ പോണാലോ ലീവ്സേ. അപ്പോൾ അത്രയുള്ള എന്ത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ എന്തെല്ലാം വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് ആണെങ്കിൽ ഞാൻ എന്തായാലും അത് വീഡിയോ ചെയ്തിടുന്നതായിരിക്കും. അല്ലേ ലീസേ? നോ. അപ്പോൾ എന്താണ്, അപ്പോൾ അത്രയേ ഉള്ളൂ അല്ലേ? പോവാം നമുക്ക്. അപ്പോൾ ശരി, ബായ്. ഒന്നും കൂടി വീഡിയോ എടുക്കാം. എന്ത് വീഡിയോ?